നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തോടെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുന്ന കാഴ്ചയാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു. 2014-ലും 2019-ലും ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് എന്നും എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ 2019-നേക്കാൾ മോശമായിരിക്കുമെന്നും മോഹൻ യാദവ് പറഞ്ഞു. ഉത്തർപ്രദേശിൽ BJP സ്ഥാനാർത്ഥി ശ്രാവൺ ഖോണ്ടയിലെ പ്രചരണ റാലിക്കിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. 2024-ൽ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. മൂന്നാം മോദി സർക്കാർ വൈകാതെ ഭാരതത്തിൽ വീണ്ടും അധികാരത്തിലേറും. 2014-ൽ കോൺഗ്രസിന് 115 സീറ്റുകൾ നേടാൻ സാധിച്ചു. 2019-ൽ അതിൽ വീണ്ടും കുറഞ്ഞു. ഇത്തവണ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. 80 സീറ്റുകളിൽ 79-ലും വിജയം കൈവരിക്കുമെന്ന അഖിലേഷ് യാദവിന്റെ പരാമർശത്തിൽ കഴമ്പില്ല എന്നും മോഹൻ യാദവ് പറഞ്ഞു. 6ാം ഘട്ട വോട്ടെടുപ്പ് നടന്നു. ഇനി 7ാം ഘട്ട വോട്ടെടുപ്പിനായുള്ള ആവേശത്തിലാണ് ജനങ്ങൾ. അടുത്ത തവണയും നരേന്ദ്രമോദിയെ തന്നെ ജനങ്ങൾ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുമെന്നും സാധാരണക്കാരുടെ സ്നേഹവും വിശ്വാസവും കാണുമ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും മോഹൻ യാദവ് പറഞ്ഞു. കനത്ത ചൂടിനെയും അവഗണിച്ചാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താനും പ്രചരണ റാലിയിൽ പങ്കെടുക്കാനുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. രാഹുലിനു മേൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ അവസാന കണികയും നഷ്ടമായിരിക്കുകയാണ്. 10 കിലോ റേഷനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതുമൊക്കെയാണ് കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനങ്ങൾ. എന്നാൽ അധികാരത്തിൽ വരുന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ സംശയമാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു.